ഇനി നമ്മൾ പോകുന്നത് ഛാട്ട് പൂജ ആഘോഷങ്ങൾക്ക് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ദില്ലിയിൽ യമുന നദിയിലെ വിഷപ്പത അത് എങ്ങനെയാണ് ഇല്ലാതാക്കാനായിട്ടുള്ള നീക്കങ്ങൾ എന്നത് പരിശോധിക്കാനാണ്. ആ വിഷപ്പതയൊക്കെ നീക്കാനായിട്ടുള്ള യജ്ഞം തന്നെ അവിടെ തകൃതിയായി നടക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ബോട്ടുകളൊക്കെ തലങ്ങും വിലങ്ങും പായുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാസപദാർത്ഥങ്ങളൊക്കെ തളിക്കുന്നുണ്ട്. വിഷപ്പത ഇല്ലാതായോ എന്ന് നമുക്ക് നോക്കണം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് യമുനയിലെ മലിനീകരണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ദില്ലിയിലെ കാളിന്തി കുഞ്ചിലേക്ക് നമ്മൾ പോകുന്നു. നോബിൾ മാരിക്കാരൻ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് നോബിൾ മാരിക്കാരൻ. കാളിന്തി കുഞ്ചെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയൊക്കെ എനിക്ക് വരുന്നുണ്ട്. അവിടെ പത ഇങ്ങനെ പരന്നു കിടക്കുന്ന കാഴ്ചയൊന്നും കാണുന്നില്ല. വൃത്തിയാക്കൽ എവിടെ വരെയായി? സുജയ, ഗുഡ് ഈവനിംഗ്. എല്ലാ ഘട്ടത്തിലും നമ്മൾ കാണാവുന്നതാണ് ഇത്തരത്തിൽ ശൈത്യകാലത്തിലേക്ക് പോകുമ്പോൾ ദില്ലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് വായു മലിനീകരണവും മറ്റൊന്ന് യമുന നദിയിലെ ഈ വിഷപ്പതയുമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന യമുന നദി എന്താണെങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമാണ്. വലിയ തരത്തിൽ വിഷപ്പത ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും വിഷപ്പത ഉണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ബോട്ടുകൾ തലങ്ങും വിലങ്ങും ഒക്കെ ഓടുന്നുണ്ട്. ഈ ബോട്ടുകൾ ഓടിച്ചുകൊണ്ട് വെള്ളം മുഴുവൻ ഇളക്കി ഈ വിഷപ്പത അടക്കം അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റ് പദാർത്ഥങ്ങൾ എല്ലാം മുകളിലേക്ക് പൊക്കി അതിന് മുകളിൽ ഒരു സ്പ്രേ ഒരു രാസപദാർത്ഥം സ്പ്രേ ചെയ്ത് ഈ പത ഇല്ലാതാക്കുക എന്താണ് ഇപ്പോൾ എന്താണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ വലിയ തരത്തിൽ വെള്ളത്തിൽ ഈ പതകൾ ഇപ്പോഴും കാണാൻ കഴിയും. പക്ഷേ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മുൻ വർഷത്തെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല. ഈ പ്രദേശമൊക്കെ മൊത്തം വെള്ളം പോലും കാണാൻ കഴിയുന്നതിൽ മൊത്തത്തിൽ വിഷപ്പത കൊണ്ട് വെള്ളപ്പത കൊണ്ട് നിറയുന്ന കാഴ്ചയാണ്. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം എന്താണെങ്കിലും ഈ വർഷമില്ല. അതിൽ ചില മാറ്റങ്ങൾ ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഛട്ട് പൂജയിലേക്ക് പോകാൻ ഇനിയിപ്പോൾ 2 ദിവസം മാത്രമാണ്. 25 മുതലാണ് ഈ പൂജകൾ ആരംഭിക്കുന്നത്. പിന്നീട് ആളുകൾ ഇവിടെ എത്തി സ്നാനം ചെയ്യാൻ അത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ഉള്ളതാണ്. എന്താണെങ്കിലും അതിന് മുന്നോടിയായി പൂർണ്ണമായും ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പൂർണ്ണമായും ഇവിടെയൊക്കെ നല്ല ശുചീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം. എന്താണെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്തുമോ എന്ന് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്ന ചില ഭാഗത്തൊക്കെ ഇപ്പോഴും പത ഇത്തരത്തിൽ പൊങ്ങി വരുന്നത് വലിയ തരത്തിൽ കാണാൻ കഴിയും. പക്ഷേ ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്ന് നിസ്സംശയം പറയേണ്ടത് കൂടിയാണ്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ പ്രയത്നമാണ് ഇപ്പോൾ ദില്ലി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വശത്ത് ആം ആദ്മിയൊക്കെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം പുതിയ സർക്കാർ എത്തി എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ മലിനമായ ഈ പ്രശ്നങ്ങളൊക്കെ മലിനീകരണ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിമർശനം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എത്രയും വേഗം ഇത് പൂർത്തിയാക്കി ഈ യമുനാ ആ പത പൂർണ്ണമായും നീക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് അവിടെ തുടരുന്നത്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിനോട് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് ഫോക്കസ് ചെയ്യാൻ ഒന്ന് പാൻ ചെയ്ത് പാലത്തിന്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി അത് വ്യക്തമായി കാണാൻ സാധിക്കും. നേരത്തെയൊക്കെ ഈ പത മുഴുവൻ പടർന്ന് തീരത്തോട് പത കയറി വരുന്ന ഇപ്പോൾ നോബിൾ നിൽക്കുന്ന ഇടത്തൊക്കെ പത വന്നടിയുന്ന ഒരു കാഴ്ചയായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെവിടെയായി മാറുന്ന കാഴ്ചയാണ്. ബോട്ടുകളൊക്കെ തലങ്ങ് വിലങ്ങ് പോകുന്നുണ്ടല്ലോ നോബിൾ. തീർച്ചയായും ബോട്ടുകൾ തലങ്ങും വിലങ്ങും ഓടിച്ചുകൊണ്ട് ഈ വിഷപ്പത ഇല്ലാതാക്കുക അത്തരത്തിൽ അതിന് മുകളിൽ പതഞ്ഞു പൊങ്ങുന്ന വിഷപ്പതയ്ക്ക് മുന്നിൽ മറ്റ് പദാർത്ഥങ്ങൾ ഒഴിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ ബോട്ടുകൾ ഇങ്ങനെ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഇങ്ങനെയൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മാത്രമാണ് ബോട്ടുകൾ ഓടിച്ച് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ വിഷപ്പത ഇല്ലാതാക്കുക, പ്രത്യേകിച്ച് മലിനീകരണം ഇല്ലാതാക്കുക, ജലത്തിലെ മറ്റ് രാസപദാർത്ഥങ്ങളെല്ലാം ഇത്തരത്തിൽ ഇളക്കി മറിച്ച് പുറത്തു കൊണ്ടുവന്ന് അതിന് മുകളിൽ ഒരു പദാർത്ഥം ഒഴിച്ച് അതിനെ ഇല്ലാതാക്കുക എന്നൊരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പാലത്തിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇപ്പോഴും പതയൊക്കെ ഒഴുകി വരുന്നുണ്ട് ചെറിയ തോതിൽ. പക്ഷേ എങ്കിൽ പോലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അത്ര കഠിനമായ രീതിയിൽ ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. അവിടെയൊക്കെ അത്തരത്തിൽ ബോട്ടുകൾ എല്ലായിടത്തും ഉണ്ട്. ഇത് കാളിന്തി കുഞ്ചിന്റെ മാത്രം കാഴ്ചയല്ല, ദില്ലിയിലെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം 17 ഘാട്ടുകളിലാണ് ഈ ഛട്ട് പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്നാനം അടക്കം നടക്കുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഏകദേശം 2 ലക്ഷത്തിലധികം വരുന്ന ആളുകളൊക്കെ വരും ദിവസങ്ങളിൽ ഇവിടെ എത്തി ഈ ചടങ്ങുകളുടെ ഭാഗമാകും. പ്രത്യേകിച്ച് പൂർവാഞ്ചൽ മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകൾ ദില്ലിയിലുണ്ട്. അവർക്കൊക്കെയാണ് പ്രധാനമായി, പ്രത്യേകിച്ച് ബീഹാറികളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്സവം കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നാണ് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. മന്ത്രിമാരടക്കം പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അവലോകനം അടക്കം നടത്തുകയും ചെയ്യുന്നത്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ചടങ്ങുകൾ അത്തരത്തിൽ ഈ ഛട്ട് പൂജയ്ക്ക് വേണ്ട ചടങ്ങുകൾക്ക് ഒരുക്കം പൂർത്തിയാകുമ്പോൾ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മലിനീകരണം ഇല്ലാതാക്കുന്ന ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് സജീവമായി ഉണ്ട്. സുജയ, നോബിൾ മാരിക്കാരനാണ് തത്സമയ വിവരങ്ങൾ കാളിന്തി കുഞ്ചിൽ നിന്ന് നൽകിയത്. ഛട്ട് പൂജ എന്ന് നോബിൾ സൂചിപ്പിച്ചില്ലേ, ഈ ഛട്ട് പൂജ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ്. ഈ ഛട്ട് പൂജ പ്രമാണിച്ചാണ് തെരഞ്ഞെടുപ്പ് തീയതിയിലടക്കം കൃത്യമായി അത് പരിഗണിച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നത്. നമ്മൾ അനൗൺസ്മെന്റ് സമയത്ത് കണ്ടതാണ്. അവിടേക്ക് എത്തുന്നതിൽ കൂടുതലും ബീഹാറിൽ നിന്നുള്ളവരാണ്, വോട്ടർമാരാണ്. വോട്ട് മുഖ്യം ബിക്കിലെ